ഈശോയിൽ സ്നേഹമുള്ള ഇപ്പച്ചനച്ച, നെൽസനച്ച, സ്നേഹമുള്ള വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ഈശോയുടെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. അതിനാമുഖമായിട്ട് നമ്മളൊരു വചനഭാഗം വായിച്ചു ധ്യാനിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയിലില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഈ വചനഭാഗം വായിച്ചാണ് നമ്മുടെ ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുന്നത്. ചമ്പകരക്കാര് ഞാൻ പറഞ്ഞ കഥകളൊക്കെ, ഞായറാഴ്ചകളിൽ പറയുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഒരു പൊതുവായ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ പരീക്ഷ നടക്കുന്ന സമയം കുട്ടികൾക്കെല്ലാം ചോദ്യക്കടലാസുകൾ അധ്യാപകൻ കൊടുത്തു. അധ്യാപകൻ പരീക്ഷയുടെ ആരംഭിച്ചതിന് ശേഷം കസേരയിൽ വന്നിരുന്ന് ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചില ഉത്തരങ്ങൾ അറിയാൻ മേലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കും. അവരാദ്യമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാൻ തുടങ്ങി. അധ്യാപകൻ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവര് ശൂശു വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാനും ചോദ്യത്തിന്റെ നമ്പറുകൾ ആംഗ്യ മുഖേന കാണിക്കാനായിട്ട് തുടങ്ങി. സാറ് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. സാറ് വായനയിൽ തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇവർ പതിയെ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് വർത്താനം തുടങ്ങി. സാറ് മിണ്ടുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സാറൊന്നും ശ്രദ്ധിക്കുന്നില്ല. സാറിനെ അനുവദിച്ചിരിക്കുന്നു എന്ന് കരുതി ഈ കുഞ്ഞുങ്ങൾ സാമാന്യ ഭേദമായ സ്വരത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി ചോദ്യോത്തരങ്ങൾ. അങ്ങനെ ഇങ്ങനെ ഒരു ക്ലാസ് റൂം പരീക്ഷാ ഹാളിൽ നിന്ന് മാറി ഒരു വലിയൊരു സംസാരത്തിന്റെ സ്ഥലമായി ഇങ്ങനെ നിൽക്കുകയാണ്. സാറ് ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ പരാതിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പരീക്ഷ നടക്കുന്ന ക്ലാസ് റൂമിൽ ഭയങ്കര ബഹളം. സാറാണെങ്കിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിശപ്പെട്ട് ഹെഡ് മാസ്റ്റർ സാറിനെ പുറത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, താൻ എന്താണ് കാണിക്കുന്നത്? പരീക്ഷയല്ലേ, പരീക്ഷാ ഹാളിൽ നിശബ്ദരായിരിക്കണമെന്ന് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി എഴുതിയിട്ടും താനൊന്നും മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, ഈ നോക്കി എഴുതുവന്മാരെല്ലാം തോറ്റുപോകുമെന്ന്. വളരെ വിചിത്രമായ ഒരു മറുപടി കേട്ടിട്ട് ഈ ഹെഡ് മാസ്റ്റർക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയുണ്ടായി, കൗതുകമുണ്ടായി. എന്താണ് താങ്കൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ഈ 36 പിള്ളേർക്കും വ്യത്യസ്തമായ ചോദ്യ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് എഴുതിയാൽ 8ാമത്തെ ചോദ്യം ഇവൻ ചോദിക്കുമ്പോൾ മറ്റവൻ പറയുന്നത് 8ാമത്തതിന്റെ ഉത്തരം അവന് കൊടുത്തിരിക്കുന്ന ചോദ്യമാണ്. അത് വേറെ. അങ്ങനെ പറഞ്ഞു എഴുതിയാൽ ഇവരെല്ലാവരും തോറ്റുപോകും. നോക്കി എഴുതുന്നവനും ചോദിച്ചെഴുതുന്നവനും തോറ്റുപോകും. അതുകൊണ്ട് അവർ ചോദിച്ചു തന്നെ എഴുതിക്കോട്ടെ എന്നുള്ള രീതിയിൽ സാവകാശം ഇരിക്കുന്ന ഒരു അധ്യാപകൻ. ഈ അധ്യാപകൻ ആണ് ഇന്ന് ദിവ്യകാരുണ്യത്തിലായിരിക്കുന്നത്. നമ്മുടെ തത്രപ്പാടുകളും നമ്മുടെ മറ്റുള്ളവരെ നോക്കിയുള്ള പഠിത്തവും ഒക്കെ കാണുമ്പോൾ ഈശോയും ഇതുപോലെ നിശബ്ദനായി നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഈശോയാണ്. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എന്താണെന്ന് ഈശോയ്ക്ക് കൃത്യമറിയാം. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണെന്ന് ഈശോ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. തോമാച്ചൻ ചെയ്യുന്നത് കണക്കല്ല കറിയാച്ചൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈപ്പച്ചനച്ചൻ ചെയ്യുന്നത് പോലെയല്ല ഈ സിജിയച്ചൻ ചെയ്യേണ്ടത് എന്നത് വളരെ കൃത്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും സഹനങ്ങളും വിജയങ്ങളും പരാജയങ്ങളും പദ്ധതികളും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നോക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ട് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അവന് ഇന്ന സ്ഥലത്ത് പോയപ്പോൾ സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസവും ഇല്ലാതെ അങ്ങോട്ടേക്ക് ഞാൻ ഓടിപ്പോവുകയാണ്. പക്ഷെ നിനക്ക് തന്നിരിക്കുന്ന ചോദ്യ പേപ്പർ വേറെയാണ്. നീ അത് മാത്രം നോക്കിയാൽ മതി, അത് പഠിച്ച് നീ ഉത്തരം എഴുതിയാൽ മതി. അന്യനെ നോക്കി നീ നിന്റെ ജീവിതത്തെ സാക്ഷാത്കരിക്കാനോ നീ നിന്റെ ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിക്കാനോ ശ്രമിച്ചാൽ നീ തോറ്റുപോകുമെന്നുള്ളത് സത്യമാണ്. എവിടെ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ വാങ്ങേണ്ടത്? ഈ ദീപികാരുടെ ഈശോയിൽ നിന്ന്. എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് തരുന്നത്?
ഓരോ മനുഷ്യനും ഉത്തരം എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ തമ്പുരാൻ നമുക്ക് നൽകുന്നത്. പറയുന്നുണ്ട്, നിനക്ക് ഭാരം നിന്റെ ചുമടിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അതിനെ സൗകര്യപൂർവ്വം വഹിക്കാനായിട്ട് സാധിക്കും. എന്റെ ദുഃഖം ലഘുവാണ്, ഭാരം കുറഞ്ഞതാണ്, കഠിനമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഒരു ചോദ്യം തമ്പുരാൻ നൽകിയെങ്കിൽ അതിന്റെ ഉത്തരം പറയേണ്ടത് നിന്റെ ജീവിത പങ്കാളിയോ, നിന്റെ മക്കളോ, നിന്റെ മാതാപിതാക്കളോ, വൈദികരോ, അയൽവാസികളോ ആരുമല്ല, നീ തന്നെയായിരിക്കണം അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. അതിനുള്ള ക്ലൂ, സാഹചര്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർ നമുക്ക് നൽകിയേക്കാം. അപ്പൊ അതുകൊണ്ട് ഈ നോക്കിയെഴുത്തും അതുപോലെയുള്ള ചീറ്റിംഗ് എന്ന് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന ഒക്കെ പരിപാടികളൊക്കെ നമുക്കങ്ങ് ഉപേക്ഷിക്കാം. നമ്മുടെ കത്തോലിക്ക ജീവിതം, ക്രൈസ്തവ ജീവിതം ചോദ്യങ്ങൾ വാങ്ങേണ്ടത് ക്രിസ്തുവിൽ നിന്ന്, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതേണ്ടത് ജീവിതാനുഭവങ്ങളിൽ നിന്ന്. മറ്റുള്ളവനെ നോക്കി പഠിച്ചോളുക, നല്ലതുണ്ടെങ്കിൽ പഠിച്ചോളുക. അവനെ നോക്കി നിന്റെ വിശ്വാസവും നിന്റെ ജീവിതവും ക്രമപ്പെടുത്തരുത് എന്നുള്ള ഒരു ആമുഖ ചിന്തയോടുകൂടി നമ്മൾ ഇത് വചനം കേട്ടു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. ഇവിടെ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. വിളവധികം, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഇതാണ് ഈശോ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞത്. എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? സാധാരണ സെമിനാരികളിലൊക്കെ എഴുതി വെക്കാറുണ്ട്, അല്ലെങ്കിൽ സന്യാസ ഭവനങ്ങളിലൊക്കെ എഴുതി വെക്കാറുള്ള ഒരു വചനമാണ് വിളവധികം, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന്. ഈ ഒരു വചനം ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറെ നാളുകൾക്ക് മുമ്പ് ഈ വചനത്തെ വേറൊരു തലത്തിൽ ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത എന്റെ പ്രിയപ്പെട്ട ഈ ആളുകളും പ്രിയപ്പെട്ട സഹോദരികളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയും, ഈശോ ആളുകളെ നോക്കിയതിനു ശേഷം പറഞ്ഞത് എന്താണ്? വിളവധികം. ജനങ്ങളെ നോക്കിക്കൊണ്ടാണ് ഈശോ പറയുന്നത് വിളവധികം, പക്ഷെ വേലക്കാരൻ ചുരുക്കമാണ്. ഇന്ന് ഈ സമൂഹത്തേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും നമ്മുടെ സമൂഹ ജീവിതത്തേക്കും നോക്കിക്കൊണ്ട് ഈശോ പറയുന്നതും ഇത് തന്നെയാണ്, വിളവധികമാണ്, വേലക്കാർ പക്ഷേ ചുരുക്കമാണ്. അതിന്റെ അർത്ഥം എന്താണ്? എന്നിലും നിങ്ങളിലും നമ്മളിലുമൊക്കെ എത്രമാത്രം നന്മകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിന്ന് ആരാധനയുടെ സമയമുണ്ട്, പരിശുദ്ധ കുർബാനയുടെ സമയമുണ്ട്, വചനം കേൾക്കുന്ന ഈ സമയമുണ്ട്. എത്രമാത്രം നന്മകളാൽ സമൃദ്ധമാണ് നമ്മുടെയൊക്കെ ഒരു ജീവിതം. നമ്മൾ മോശക്കാരെന്നൊക്കെ പറയുമ്പോൾ സ്വസ്ഥമായിരുന്നു ചിന്തിച്ചാൽ മതി. കൈവിരലിൽ എണ്ണാത്ത രീതിയിലുള്ള ഒത്തിരിയേറെ നന്മകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതം വിളവുകളാൽ സമൃദ്ധമാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന എന്റെയും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകളുണ്ട്. നമ്മൾ പലപ്പോഴും പരാതി പറയാറില്ലേ, എന്തുകൊണ്ട് അവനത് കാണുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്ന്. ഇത് തന്നെയാണ് നമ്മുടെ ലോകത്തിന്റെ പ്രശ്നം. ഇതിലേക്ക് നോക്കിക്കൊണ്ടാണ് ഈശോ പറഞ്ഞത് വിളവ് അത്രമാത്രമുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ. പക്ഷെ ഈ വിളവ് കണ്ടെത്തുകയും അതിനെ കൊയ്തെടുക്കുകയും ചെയ്യുന്ന വേലക്കാരുടെ അഭാവമാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ നന്മകളുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. എന്റെ ജീവിത പങ്കാളിക്ക് ഒത്തിരിയേറെ നന്മകളുണ്ട്. എന്റെ ഭാര്യയ്ക്കും എന്റെ ഭർത്താവിനും എന്റെ മകനും മകൾക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ വികാരിയച്ഛനും എന്റെ ഇടവകക്കാർക്കും എന്റെ അയൽവാസികൾക്കും ഞാൻ കണ്ടുമുട്ടുന്ന മോശക്കാരെന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. പക്ഷെ എവിടെയാണ് കുഴപ്പം വന്നിരിക്കുന്നത്? ഞാൻ നല്ല വേലക്കാരനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാളിച്ച. എനിക്ക് എന്തുകൊണ്ട് അവന്റെ നന്മയെ കൊയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അവന്റെ നന്മയെ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അവന്റെ ഉള്ളിലെ പതിര് മാത്രം ഞാൻ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ വേദനിപ്പിക്കുന്ന, ദൈവത്തിന് വേദന നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമ്മളെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്നത് ഇത് തന്നെയാണ്, വിളവധികം, വേലക്കാരാണ് ചുരുക്കം. അതുകൊണ്ട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെയോ നന്മ വർദ്ധിപ്പിക്കണമേ എന്നുള്ളതല്ല. അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകളുണ്ട്. ഈ നന്മകളെ കാണാനും ആ നന്മകളെ പുറത്തേക്ക് കൊണ്ടുവരുവാനുമായിട്ടുള്ള വലിയൊരു കൃപ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാര്യയെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൾ കോപിഷ്ഠയാണെന്ന് നമ്മൾ പറയുന്നത്, തന്നിഷ്ടക്കാരിയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൾ അനുസരണയില്ലാത്തവരാണെന്ന് പറയുന്നത്, പെട്ടെന്ന് കോപിക്കുന്നവളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അവളുടെ പതിര് മാത്രമേ കാണുന്നുള്ളൂ. അവളുടെ ഉള്ളില് സ്നേഹനിധിയായ ഒരു ഭാര്യയുണ്ട്, പാചകം ചെയ്ത് ഭക്ഷണം ഒരുക്കുന്ന ഒരു നല്ല സ്ത്രീയുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തുന്ന നല്ലൊരു അമ്മയുണ്ട്. എന്തുകൊണ്ട് അതൊന്നും നമ്മൾ കാണുന്നില്ല? അഥവാ അത് കണ്ടാൽ തന്നെ അതിനെ മറച്ചു വെച്ചിട്ട് മോശക്കാരിയും കുറ്റം പറയുന്നവരും
ഏഷണിക്കാരി എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ പരിഹസിക്കാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ ഭർത്താവിനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് കോപിക്കുന്ന മനുഷ്യനാണെന്ന് പറയുന്നത്, ഒരു സ്നേഹവും ഇല്ലാത്ത മനുഷ്യനാണെന്ന് പറയുന്നത്, എന്നെ ഒന്ന് പരിഗണിക്കാത്ത മനുഷ്യനാണെന്ന് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയുന്നു. അവന്റെയും അപ്പുറത്തേക്കും രാപകലില്ലാതെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, എന്റെ ഹൃദയം അറിയുന്ന, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് വേണ്ടതും എന്റെ മക്കൾക്ക് വേണ്ടതും ഒക്കെ കൃത്യമായി നൽകുന്ന ഒരു മനുഷ്യനായി നന്മകൾ കൊയ്തെടുക്കുവാനായിട്ട് നമ്മൾ എന്തേ അമാന്തിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു വചന ശുശ്രൂഷയുടെ ആമുഖത്തില് നമ്മൾ പറഞ്ഞു നമുക്ക് നൽകിയിരിക്കുന്ന ചോദ്യപേപ്പറുകൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ് നമുക്ക് ഒത്തിരിയേറെ നന്മകളുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരിയേറെ നന്മകളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ തന്നെ ബഹുമാനം കൊള്ളണം. ഒത്തിരിയേറെ നന്മകളുടെ മനുഷ്യരാണ് നമ്മൾ. നമുക്ക് ഒത്തിരിയേറെ നന്മകളുണ്ട്. നമുക്ക് ആരെയും താഴ്ത്തിക്കെട്ടേണ്ട കാര്യമില്ല. എന്നെ തന്നെ ഞാൻ മോശക്കാരനാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പാപിയാണെന്ന് പറയുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ ഒത്തിരിയേറെ നന്മകളുണ്ട്. കാരണം ഓരോ മനുഷ്യന്റെയും ജനനത്തോടുകൂടി എല്ലാ കൃപകളും തമ്പുരാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. ചിലര് അതിനെ മൂടി വെക്കുന്നു, ചിലര് അതിനെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നു, ചിലര് തങ്ങളുടേതായ ഇഷ്ടങ്ങളുടെ ജീവിതത്തിൽ പോകുന്നേ ഉള്ളൂ. എങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകളുടെയും കൃപകളുടെയും സമൃദ്ധിയുണ്ട്. അപ്പോൾ ഇതിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് ഞാൻ തയ്യാറായാൽ നമ്മളൊക്കെ നല്ല ഭാര്യമാരായി തീരും, നല്ല ഭർത്താക്കന്മാരായി തീരും, നല്ലൊരു വികാരിയച്ഛനായി തീരും, നല്ല മാതാപിതാക്കളായി തീരും, നല്ല അയൽവാസികളായി തീരും, നല്ല സമൂഹത്തിലെ നല്ല മക്കളായി തീരും. അങ്ങനെ വിളവുകളാൽ സമൃദ്ധമായ ഒരു കുടുംബജീവിതവും സമൂഹ ജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. വളരെ ലളിതമായ ചിന്തകളിലൂടെ ആയിരിക്കും ഞാൻ ഈ മണിക്കൂറുകൾ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ പ്രാവർത്തികമാക്കുവാനായിട്ട് അല്പം ഒരു ബുദ്ധിമുട്ട് കാണും. പക്ഷെ പ്രാവർത്തികമാക്കിയാൽ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. വ്യക്തിപരമായിട്ട് പോലും ഞാനിത് ധ്യാനിക്കുകയും എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരുടെ ഉള്ളിലെ നന്മ കാണാനായിട്ട് പരമാവധി ശ്രമിക്കുകയാണ്. ഏതെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ ആരെയും വിമർശിക്കുവാനായിട്ട് തയ്യാറാവുന്നില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലാവും ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് എന്ന് നമുക്ക് സാധിക്കുന്നുവോ അന്ന് നമ്മൾ വലിയൊരു മനുഷ്യനായി തീരുകയാണ്. എന്റെ ജീവിത പങ്കാളി, എന്റെ സഹോദരൻ, എന്റെ സഹോദരി, എന്റെ മക്കൾ, എന്റെ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തത് എന്തെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യത്തിലായിരിക്കുമെന്ന് ചിന്തിക്കുവാൻ വേണ്ടിയും അതിനെ മനസ്സിലേക്ക് സംഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്താൽ സ്നേഹമുള്ളവരെ നമ്മൾ വ്യത്യസ്തരായി തീരുകയാണ്. ഈ ലോകത്തിൽ വിളവ് കൊയ്യുന്ന നല്ല വേലക്കാരായി തീരുകയാണ്. ഒന്നോ രണ്ടോ പേര് എന്നോ രണ്ടോ തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ ഇന്ന് ഏതെങ്കിലും ഒരു ഭാര്യയോ ഭർത്താവോ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ നമ്മുടെ ചെറുപ്പക്കാരായ ഒത്തിരിയേറെ യുവജനങ്ങൾ ഭിന്നിച്ച് വീടുകളിൽ നിൽപ്പുണ്ട്. അതിനെല്ലാം കാരണം എന്താണ്? നല്ല വേലക്കാരായി തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിസ്സാരം കാര്യങ്ങളുടെ പേരിലാണ് പല പിണക്കങ്ങളും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. കാര്യം ഇതാണ്, കുറച്ച് നാളുകളായിട്ട് ഭാര്യയും ഭർത്താവും മാറി നിൽക്കുകയാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ നിസ്സാരമായ പറഞ്ഞാൽ തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവന്റെ കൂടെ പോയി. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച ആളല്ലേ, അപ്പോൾ അതിൻ്റെ വീട്ടിൽ പോയേക്കാമെന്ന് ഓർത്ത് അവനെയും കൂട്ടി ഞാൻ അവന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ വൈദിക വസ്ത്രമൊക്കെ ഇട്ട് ചെന്നപ്പോൾ ഞാൻ ഓർത്ത് എന്നെ അവർ വലിയ കാര്യത്തിൽ സ്വീകരിക്കുമെന്ന്. ഞാൻ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പൻ അവരുടെ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചായ കൊടുക്കാനായിട്ട് പോകുന്ന 3:30 സമയത്താണ് ചെല്ലുന്നത്. പുള്ളിക്കാരൻ എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. ഇങ്ങനെ നോക്കി എന്നെ നോക്കി നിൽക്കി. കാരണം എന്നാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അതിന് കാരണക്കാരെന്ന്. ഒരു വൈദികന്റെ കൂടെ ഒരു മരുമകനെ കണ്ടിട്ട് ആ അപ്പൻ ഭയങ്കരമായ രീതിയിൽ സംസാരിച്ചു. നീ എൻ്റെ അതിർത്തിയിൽ നിന്ന് മാറി പുറത്തേക്ക് വഴിയിൽ പോയി നിൽക്കുക, അച്ഛന് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഇവനെയും കൂട്ടി ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛായ ഞാൻ ഇവനെയും കൊണ്ടാണ് വന്നത്, ഇവനെ കൊണ്ടൊന്ന് ക്ഷമ പറയും, ഇവനെ തെറ്റ് മനസ്സിലാക്കി ഇവനെ കൊണ്ടൊന്ന് ക്ഷമ പറയിപ്പിക്കുവാനായിട്ട് വന്നു സംസാരിക്കുവാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എന്നെ ഭയങ്കരമായിട്ട് മോശമായ വാക്കുകൾ പറഞ്ഞു. ഒത്തിരിയേറെ അധിക്ഷേപിച്ചു. അച്ഛന് വേണമെങ്കിൽ അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ അകത്ത് കയറിയിട്ട് കാര്യമില്ല, ഇവനെയും കൂട്ടി വന്നത് ഈ ഉദ്ദേശത്തോടുകൂടി അതുകൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയപ്പോൾ എൻ്റെ പുറകെ നടന്നു ഇച്ചിരി അസഭ്യം കൂടെ ഒക്കെ പറഞ്ഞാണ് എന്നെ വിട്ടത്. എന്തു തന്നെയായിക്കൊള്ളട്ടെ, ഇത് ജീവിതത്തിൻ്റെ ഒരു അനുഭവം.
അത് പൗരോഹിത്യത്തിൽ നമുക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്നതാണ്. പക്ഷെ ഇത് തന്നെയാണ് മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കാനോ അവരുടെ നന്മയെ മനസ്സിലാക്കാനോ നമ്മൾ അമാന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പലർക്കും ശത്രുക്കളായി തീരുകയാണ്. പലരും നമുക്കും ശത്രുക്കളായി തീരുകയാണ്. പറഞ്ഞാൽ തീരാത്ത ഒരു തെറ്റും നമുക്കൊന്നുമില്ല. പറഞ്ഞാൽ തീരാത്ത തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുമ്പസാരക്കൂട്ട് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എത്രയോ കുമ്പസാരങ്ങൾ നമ്മൾ നടത്തി, എത്രയോ മനസ്താപ പ്രകടനങ്ങൾ നമ്മൾ നടത്തി. ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ വരെ ഞാൻ സന്നദ്ധയായിരിക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ കുമ്പസാരങ്ങൾ നമ്മൾ നടത്തി. വീണ്ടും കുമ്പസാരക്കൂട്ടിന്റെ പടിയിൽ വന്ന് മുട്ടുകുത്തുമ്പോൾ ഇന്നലെ വരെ ചെയ്ത പാപങ്ങളുടെ പേരിൽ ആക്രോശിക്കുന്ന ഒരു ദൈവമാണോ നമ്മുടേത്? അല്ല. വീണ്ടും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ദൈവമാണ് നമ്മുടേത്. കാരണം ഓരോ പ്രാവശ്യവും മനസ്താപ പ്രകടനം ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം അന്ധമായിട്ട് നമ്മളെ അങ്ങ് വിശ്വസിക്കുകയാണ്. ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ അത് വിശ്വസിക്കും. ഈശോ ഉടനെ തന്നെ നമ്മുടെ പാപങ്ങൾ അതിനു മുമ്പ് തന്നെ ക്ഷമിക്കുകയാണ്. പാപം ഈശോയെ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. ഇത്രമാത്രം മനുഷ്യന്റെ നന്മയെ കാണുകയും ഇത്രമാത്രം മനുഷ്യനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദിവ്യകാരുണ്യ ഈശോ നമുക്ക് മാത്രം സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ നന്മയെ കൊയ്യുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ തിന്മ മാത്രം കാണുന്നു? ഈശോ പറഞ്ഞില്ലേ, നീ വിളഭൂമിയിലേക്ക് നോക്കുമ്പോൾ കളകളും വിളകളുമായിട്ട് നീ എന്തിനാ കാണുന്നത്? അത് നിന്റെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. അവിടെ വിതച്ചത് വിളകളാണെങ്കിൽ നീ അതിനെ ഒരു കൃഷിഭൂമിയായിട്ട് കാണുക. കളകൾ പറിക്കേണ്ട സമയമാകുമ്പോൾ നമുക്ക് പറിച്ചു വെക്കാം. കാരണം വചനം പറയുന്നു, നീ കളകൾ പറിക്കുമ്പോൾ അറിയാതെ വിളവ് കൂടി നീ പറിച്ചു കളഞ്ഞേക്കാം. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ മനുഷ്യനെയും തമ്പുരാൻ നയിക്കുന്നത്. കാരണം നീ നിന്റെ ജീവിത പങ്കാളിയുടെ കുറവ് പരിഹരിക്കുവാൻ വേണ്ടി എന്നുള്ള രീതിയിൽ അവളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും അതിനെ പറിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നീ പോലും അറിയാതെ അവന്റെ ജീവിതത്തിൽ നിന്ന് വിളകൾ നഷ്ടപ്പെട്ടു പോകും, നന്മകൾ നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഞാൻ പറയാം, നമ്മൾ ഇന്ന് എല്ലാവരും ഉപദേശിക്കുന്നവരാണ്. പള്ളിയിൽ നിന്ന് വികാരിച്ചിൽ ഉപദേശിക്കുന്നു, വീടുകളിലെ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നു, മക്കളെ നമ്മൾ ഉപദേശിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഉപദേശങ്ങൾ എങ്ങനെയാണ്? പരസ്യമായ ഉപദേശങ്ങളാണ് നമ്മൾ നൽകുന്നത്. പരസ്യമായ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ, നമ്മുടെ ഒരു വീട്ടിലെ ആരെങ്കിലും ഒരാള് തെറ്റ് ചെയ്താൽ തിരുത്തുന്നത് എപ്രകാരമാണ്? എല്ലാവരും നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് മക്കളെ നമ്മൾ തിരുത്തുന്നു, ഭാര്യയെ നമ്മൾ തിരുത്തുന്നു, ഭർത്താവിനെ നമ്മൾ തിരുത്തുന്നു, വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തുന്നു. അതിന്റെ പേര് തിരുത്തുന്നല്ല, പരിഹാസം എന്ന് തന്നെയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് മൂന്നാമതൊരാളെ നീ തിരുത്തുന്നുവെങ്കിൽ അതിന്റെ പേര് തിരുത്തുന്നല്ല. നമുക്ക് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ ആത്മാഭിമാനമാണ്. ഈ ആത്മാഭിമാനത്തെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെട്ടാൽ തകർന്നു പോകുന്നത് എന്റെ ഉള്ളിലെ നല്ല വിത്തുകൾ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നെ 5 അച്ഛന്മാരുടെ മുൻപിൽ വെച്ച് പിതാവ് ശാസിക്കാനും തിരുത്താനും ശ്രമിച്ചാൽ എനിക്കുണ്ടാകാവുന്ന ഒരു ആത്മാഭിമാനത്തിന്റെ ചോർച്ചയുണ്ട്. അതിന്റെ പേരിൽ എന്താണ്? എന്റെ ജീവിതത്തിൽ വേറെ തിന്മകൾ വരും, എന്റെ ഉള്ളിലെ ശാന്തത നഷ്ടപ്പെട്ടു പോകും. അതാണ് ഈശോ പറഞ്ഞത്, നീ കളപറിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിന്റെ ജീവിത പങ്കാളിയുടെ, നിന്റെ കൂട്ടുകാരന്റെ, നിന്റെ അയൽവാസിയുടെ, നിന്റെ മക്കളുടെ നന്മ പോലും അറിയാതെ പറഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്മയും തിന്മയും നിലനിൽക്കുന്ന ഒരു കൃഷിഭൂമിയായിട്ട് ഇവരെല്ലാവരും ഒന്ന് വളരട്ടെ എന്ന്. നന്മ മാത്രം നമുക്ക് കൊയ്തെടുക്കാനായിട്ട് സാധിക്കട്ടെ. മറ്റുള്ളവരുടെ നന്മ കാണുന്ന, മറ്റുള്ളവരുടെ വിളവ് മാത്രം കാണുന്ന നല്ലവരായി മാറ്റണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഞാനൊരു ആമുഖ ചിന്തയായിട്ട് ഇത് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറിയാൽ ഒത്തിരിയേറെ നന്മകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആരുടെയും ഇനി തിന്മകളോ പതിരുകളോ നമുക്ക് കാണേണ്ട. അവന്റെ ജീവിതത്തിൽ നിനക്കാവശ്യമുള്ള, സമൂഹത്തിന് ആവശ്യമുള്ള, നിന്റെ മക്കൾക്കും നിന്റെ മാതാപിതാക്കൾക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ ഭർത്താവിനും ആവശ്യത്തിലധികമുള്ള നന്മകളുണ്ട്, വിളവുകളുണ്ട്. അതിനെ മാത്രം നീ കൊയ്തെടുത്താൽ മതി. അതിരുകളെല്ലാം തമ്പുരാൻ തീയിലിട്ട് കത്തിച്ചോളും. ഈ ഒരു ആമുഖ ചിന്തയോടുകൂടി നമ്മുടെ കാരുണ്യ വർഷത്തിന്റെ ചിന്തകളിലേക്കാണ് നമ്മൾ വരുന്നത്. 3 തലങ്ങളിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവത്തോട് തന്നെയുള്ള ഒരു കരുണയുണ്ട്.
സഹോദരങ്ങളോടുള്ള കരുണയുണ്ട്, നമ്മളോട് തന്നെയുള്ള കരുണയുണ്ട്. ഈ കാരുണ്യ വർഷത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കാരുണ്യ പ്രവർത്തികളെ കുറിച്ചാണ്. അത് അതിന്റെ അനന്തരഫലമായിട്ടുള്ളതാണ്. പക്ഷെ കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. നമ്മൾ കാരുണ്യ വർഷത്തിൽ നമ്മുടെ എല്ലാവരുടെയും ചിന്ത ഇതാണ്: ഏതെങ്കിലും ഒക്കെ ഓർഫനേജിൽ പോയി കുറെ കുഞ്ഞുങ്ങൾക്ക് ചോറ് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ 2 ചാക്ക് അരി മേടിച്ചു കൊടുക്കണം. ഇപ്പം ചമ്പക്കരയിൽ ഞങ്ങൾ വീടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്, സാധുക്കളായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കാരുണ്യ പ്രവൃത്തി ഈ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂട്ടായിട്ട് പ്രവർത്തിക്കുകയും അതിന്റെ ഫണ്ട് ശേഖരിക്കുകയും അതിന്റെ ആദ്യത്തെ ഭവനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരുണ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം പ്രവൃത്തികളിലേക്ക് പോവുകയാണ്. അതിന്റെയും അപ്പുറത്തേക്കുള്ള ഒരു കാരുണ്യം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തോടൊരു കരുണ നമുക്ക് ഉണ്ടാവണം, നമ്മളോട് തന്നെ ഒരു കരുണയുണ്ടാവണം, സഹോദരങ്ങളോടൊരു കരുണയുണ്ടാകണം. ഈ 3 വിഷയങ്ങളാണ് ഈ ഒരു 1.5 മണിക്കൂർ സമയത്ത് അല്ലെങ്കിൽ 2 മണിക്കൂർ സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തോടുള്ള കരുണ, അതിന് നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തില് 10 കുഷ്ഠരോഗികളുടെ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിനോടുള്ള ഒരു കരുണയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അതിനെ ഒന്ന് ചിന്തിക്കാം. സംഭവം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കുഷ്ഠരോഗികളായിരുന്നപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് അവര് ഈശോ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ അടുത്തേക്ക് വരികയാണ്, കേട്ടറിവ് വെച്ചുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ സൗഖ്യപ്പെട്ടതിന് ശേഷം ഇവര് എപ്രകാരം പ്രതികരിച്ചു എന്നുള്ളതാണ് ദൈവത്തോട് കാണിക്കുന്ന കരുണയുടെ ആദ്യത്തെ ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. എപ്രകാരമാണ്? എത്ര പേര് തിരിച്ചു വന്നെന്നറിയാം അല്ലേ? എത്ര പേരാണ് തിരിച്ചു വന്നത്? ഒരാൾ. ആളുടെ പേരെന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സമൂഹത്തിൽപ്പെട്ടതാണ്? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നാണ് വചനം പറയുന്നത്, ഈശോ പറയുന്നത്. സൗഖ്യം കിട്ടുന്നതിന് മുൻപ് എല്ലാവർക്കും ഈശോയെ വേണമായിരുന്നു. സൗഖ്യം കിട്ടിയതിന് ശേഷം ഒരു വിജാതീയന് മാത്രമേ ഈശോയെ വേണ്ടിയിരുന്നുള്ളൂ. ഇതാണ് വചനധ്യാനം. ദൈവത്തോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നന്ദിയുള്ളവരാവുക, വിശ്വസ്തതയുള്ളവരാവുക, വിശുദ്ധിയുള്ളവരാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മളെല്ലാവരും ഒത്തിരിയേറെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ജാഗരണങ്ങളും ഉപവാസവും ഒക്കെ നടത്തുവന്നവരാണ്. എന്തിനു വേണ്ടി? സൗഖ്യത്തിനു വേണ്ടി, മനസ്സമാധാനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് വേണ്ടി ഒക്കെ. പക്ഷെ നോക്കണം, ഈശോ പറയുന്നൊരു വചനമുണ്ട്. ഈശോയുടെ അടുക്കലേക്ക് ഓടിക്കൂടിയ ജനത്തെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, നീ എവിടെയായിരുന്നു ഗുരു എന്ന് ചോദിച്ചപ്പോൾ ഈശോയ്ക്ക് അവരുടെ ആ സമീപനത്തെ അത്ര കണ്ടങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, ഇവര് അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നത്, വചനം കേൾക്കാൻ വേണ്ടിയല്ല എന്ന് കൃത്യം പറയുകയാണ്. അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. അതിനു മുൻപ് പറയുന്നുണ്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ഒരിടത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു തടാകം കടന്ന്, ചിലര് തടാകത്തിന്റെ ചുറ്റുപാടും കൂടെ നടന്ന് ഈശോയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഗുരു അങ്ങ് എപ്പോഴെത്തി എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞത് ഇത് തന്നെയാണ്. ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ വേണ്ടി വന്നവരല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരാകാൻ വന്നവരാണിതെന്ന്. അപ്പോൾ ഈ 10 കുഷ്ഠരോഗികളിൽ 9 പേരും ഈ അപ്പം ഭക്ഷിച്ച് തൃപ്തരാകാനായിട്ട് വന്നവരാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഇത് തന്നെയാണ്. ഈ അപ്പം ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് എനിക്ക് വിശപ്പടക്കുവാൻ വേണ്ടി ഞാൻ തമ്പുരാന്റെ അടുക്കിലേക്ക് പോകുന്നത്? എൻ്റെ ഒരു രോഗസൗഖ്യം ഒരപ്പമാണ്. എൻ്റെ പരീക്ഷകളിലുള്ള ഒരു വിജയം ഒരപ്പമാണ്. എൻ്റെ സ്ഥലത്തിന്റെ കച്ചവടം ഒരപ്പമാണ്. അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികമായ പരാധീനത ഒരപ്പമാണ്. എൻ്റെ മനസ്സമാധാനം പോലും ഒരപ്പമാണ്. അപ്പോൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരാകുവാൻ വേണ്ടിയാണോ ഈ ദിവ്യകാരുണ്യനാഥന്റെ അടുക്കലേക്ക് വരുന്നത്, അതോ ദൈവത്തിന്റെ മഹത്വീകരണത്തിന് വേണ്ടിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ ദൈവത്തോട് കരുണ കാണിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 10 കുഷ്ഠരോഗികളിലെ 9 പേരുടെയും മനോഭാവമാണ്. ഈ 9 പേരുടെയും മനോഭാവം നമ്മുടെ ജീവിതവുമായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് കാരണമായിരിക്കുന്നത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന സൗഭാഗ്യങ്ങളാണ്. ജീവിതത്തിൽ തന്നെ നമുക്ക് അറിയാം, എപ്പോഴൊക്കെയാണോ ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത്, ആ അനുഗ്രഹങ്ങൾ
ദൈവത്തിൽ നിന്ന് മാറി നടക്കുവാനായിട്ടുള്ള കാരണങ്ങളായിട്ട് ഞാനും നീയും നമ്മളുമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളുകൾ കഴിഞ്ഞിട്ടും നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. വലിയ വിഷമമാണ്. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കുന്നു, എന്താ പ്ലാനൊന്നുമില്ലേ, അതോ ഇല്ലോ പ്രശ്നമോ, ആർക്കാ പ്രശ്നം? ഇതൊക്കെയാണ്. എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ചും യുവാക്കളായ ഭാര്യ ഭർത്താക്കന്മാർ. ഇവരുടനെ ഇവരാകുന്ന രീതിയിൽ പ്രാർത്ഥനയ്ക്ക് പോകും, ഇവരാകുന്ന രീതിയിൽ ധ്യാനങ്ങൾക്ക് പോകും, ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കും, കണ്ണീരോടെ പ്രാർത്ഥിക്കും, ഒരു കുഞ്ഞിനെ തരണമേ എന്ന്. ദയാനിധിയായ ദൈവം അവർക്ക് അനുഗ്രഹം നൽകി ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കും. പിന്നീടാണ് രസം, ഈ കുഞ്ഞിന്റെ കാരണം കൊണ്ട് പള്ളിയിലേക്ക് വരാത്തവരായി നമ്മളൊക്കെ മാറുകയാണ്. ഞായറാഴ്ചക്ക് കുർബാനയ്ക്ക് വന്നില്ല, എന്ത് പറ്റി ചേച്ചി? കൊച്ചു ഭയങ്കരവും ആലംഭാരെന്ന് വെച്ചാൽ കരച്ചിലായിരുന്നു. അതിന്റെ പേരിൽ ആരും കൂടെ മാറുന്നുണ്ട്, കുഞ്ഞിന്റെ അമ്മയുടെ അമ്മ വെല്ലിമച്ചിയും മാറുകയാണ്. അവനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു, അവൻ ഭയങ്കരം കരച്ചിലായതുകൊണ്ട് അവന്റെ കൂടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കുടുംബം ദൈവം അനുഗ്രഹം നൽകിയതിന്റെ പേരിൽ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഒരാളല്ല, അമ്മയും വെല്ലിമ്മയും പിന്നെ അനുബന്ധമായിട്ടുള്ള ആളുകൾ എല്ലാവരും മാറി നിൽക്കുകയാണ്, കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറി നടക്കുവാനുള്ള കാരണങ്ങളാക്കി നമ്മൾ ഓരോരുത്തരും മാറ്റുകയാണ്. നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ, ഞാൻ 2 ജോഡി കാളകളെ വാങ്ങി അതിനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണിത്. ഞാൻ കല്യാണം കഴിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ കുറച്ച് ഭൂമി മേടിച്ചു, അതൊന്ന് നോക്കാൻ പോകണം. വേറെ ഓരോരോ രീതിയിൽ നമുക്കുണ്ട്. എനിക്ക് പഠിക്കാനായിട്ട് നീ ഇച്ചിരി ബുദ്ധി തന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻട്രൻസിന് ഒരുങ്ങണം, വേദപാഠത്തിന് ഞാൻ വരുന്നില്ല. അല്ലെങ്കിൽ നീ എനിക്ക് നല്ല ബന്ധുക്കളെ നൽകി, നല്ല ബന്ധുക്കാരെ നൽകി, അവര് ഞായറാഴ്ച രാവിലെ എത്തും, അവർക്ക് ഞാൻ ഇറച്ചി വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പാലപ്പം ഉണ്ടാക്കി കൊടുക്കണം, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണം, അതുകൊണ്ട് 7:15 കുർബാനയ്ക്കും പിള്ളേരുടെ കുർബാനയ്ക്കും എനിക്ക് വരാൻ പറ്റത്തില്ല. 4 മണിക്ക് എവിടെയെങ്കിലും കുർബാനയുണ്ടെങ്കിൽ ഒന്ന് പോകാം. ഗതികേടിന് അവർ വീട്ടിൽ നിന്ന് പോയത് 4:30-ക്കാണ്. അപ്പോൾ അന്നത്തെ കുർബാനയും പോയി. ദൈവം നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറി നടക്കുവാനുള്ള കാരണങ്ങളായി നമ്മൾ മാറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഈ 10 കുഷ്ഠരോഗികൾ ദൈവത്തോട് കരുണ ഉള്ളവരായിരുന്നില്ല, ഒരാൾക്ക് മാത്രമേ കരുണയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ തിരിച്ചറിയുവാനും തനിക്ക് ലഭിച്ച സൗഖ്യത്തെ തിരിച്ചറിയുവാനും സൗഖ്യദാതാവായ ദൈവത്തിന്റെ മുൻപിൽ വന്ന് സമർപ്പിക്കുവാനുമായിട്ട് തയ്യാറായത്. വൈദികനായ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, സന്നിസ്ഥരായ ആളുകളുണ്ട്, ബഹുമാനപ്പെട്ട ഈ ബച്ചനച്ഛനും മറ്റ് അച്ഛന്മാരും ഇവിടെയുണ്ട്, അൽമായ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ വെളിയെ കുറിച്ച് തന്നെ ഒന്ന് ഓർക്കുക. പുരോഹിതൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ജനത്തിന് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്റെ ദിവസത്തെ പ്രാർത്ഥനകൾ ഞാൻ മുടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വെക്കുമായിരിക്കാം, അത്രമാത്രം എനിക്ക് കാര്യങ്ങളുണ്ട്, അത്രമാത്രം തീക്ഷ്ണമായിട്ട് ഞാൻ എന്റെ ഇടവക പ്രവർത്തനത്തിൽ ചെയ്യുന്നു, അതുകൊണ്ട് ദൈവത്തെ ഒന്ന് വിളിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് നൽകിയ സൗഭാഗ്യമായ പൗരോഹിത്യം എന്ന ദൈവവിളി ഞാൻ ദൈവത്തിൽ നിന്ന് മാറി നടക്കാനുള്ള കാരണമാക്കി എന്ന് പറയാനായിട്ട് സാധിക്കും. ചങ്കത്ത് തൊട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ദാമ്പത്യ ജീവിതത്തിലും സന്യാസ ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും ഒക്കെ കഴിയുന്നവരാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് മാറി നടക്കുവാനായിട്ടുള്ള കാരണങ്ങളായി ഞാനും നമ്മളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തോട് കരുണയുള്ളവരായിരിക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ടത് നന്ദിയുടെ ഒരു ജീവിതമാണ്. അപ്പോൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതല്ല, പകലന്തിയോളം ഞാൻ പോയി എവിടെയൊക്കെ ഭക്ഷണം കൊടുത്താലും ഏതൊക്കെ വചനം പ്രഘോഷിച്ചാലും നീയും നിന്റെ ഈശോയുമാകുന്ന ആ ഒരു നിശബ്ദ സംഭാഷണത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നീ നിന്റെ ഈശോയുടെ മുൻപിൽ നിന്റെ സന്തോഷങ്ങളും നീ ഇന്നത്തെ പ്രവർത്തനങ്ങളും പങ്കുവെക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? യാമപ്രാർത്ഥനകൾ നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നീ എത്രമാത്രം താല്പര്യം കാണിക്കുന്നു? തിരക്കിന്റെ പേരിൽ തമ്പുരാന് കൊടുക്കേണ്ട പലതും മാറ്റിവെച്ച് നീ പോകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോടും പറയും, 9 കുഷ്ഠരോഗികളെ പോലെ തന്നെയല്ലേ മകനെ നീ എന്നും. നിനക്ക് സൗഭാഗ്യം ലഭിച്ചപ്പോൾ, നിനക്ക് ആരോഗ്യം ലഭിച്ചപ്പോൾ, നിനക്ക് ബുദ്ധി ഞാൻ നൽകിയപ്പോൾ, നിനക്ക് സമ്പത്ത് ഞാൻ നൽകിയപ്പോൾ, നിനക്ക് ശാരീരിക ബലം ഞാൻ നൽകിയപ്പോൾ, ആ ഒരു സൗഭാഗ്യത്തെ
എന്നിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ടുള്ള കാരണമായി നീ മാറ്റിയെന്ന് ഈശോ നമ്മളെ കുറിച്ച് വേദനിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇനി 10 കുഷ്ഠരോഗികളുടെ ഭാഗം വായിക്കുമ്പോൾ നന്ദിയില്ലാത്ത 9 കുഷ്ഠരോഗികളെ കുറിച്ചല്ല നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടത്. എല്ലാ സൗഭാഗ്യങ്ങളും സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കിട്ടിയിട്ടും ദൈവത്തിന്റെ മുൻപിൽ കണക്ക് പറയുന്ന ചിലരെ പോലെ ഞാനും അധപതിച്ചു പോയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ദൈവ പരിപാലനയെ കുറിച്ച് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷത്തില് 12-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്ന്. നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തോട് കരുണ കാണിക്കുക എന്നുള്ള ഭാഗമാണ്. അപ്പൊ ദൈവ പരിപാലനയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ എങ്ങനെ ജീവിക്കുന്നു, വയലിലെ പുല്ലിനെ നോക്കുവിൻ, അവരെ എത്രമാത്രം തമ്പുരാൻ വളർത്തുന്നു, സോളമനേക്കാൾ മഹത്വപൂർണരായിട്ട് അവർ മാറിയിട്ടില്ല എന്നുള്ള പറയുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. അതിനുശേഷം പറയുകയാണ്, ആകുലപ്പെടുന്നത് കൊണ്ട് നിന്റെ ആയുസ്സിന്റെ ഒരു ദിവസം കൂടി നിനക്ക് മാറ്റാനായിട്ട് സാധിക്കുമോ? നിന്റെ മുടി വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുമോ? ഗോദ്രേജും മറ്റു കാര്യങ്ങളെയൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ ദൈവത്തിന്റെ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നിന്റെ ഒന്നും മുടി വളർത്താൻ പോലും നിനക്ക് സാധിക്കുന്നില്ല. 5 കുരുവികൾ 2 നാണയത്തിന് വിൽക്കപ്പെടുന്നില്ലേ? അതിലെത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ. ഇത്രമാത്രമൊക്കെ പറയുന്ന ഒരു ദൈവ പരിപാലനയുടെ വചനങ്ങൾ നമ്മൾ ആവോളം വായിച്ചിട്ടുണ്ട്, ആവോളം ശ്രമിച്ചിട്ടുമുണ്ട്. എന്നിട്ടും എന്തേ നിന്റെ വേദനയുടെ മുൻപിൽ നീ പരിഭ്രമിക്കുന്നു എന്നുള്ളത് ദൈവത്തോട് കാണിക്കുന്ന കരുണയുടെ ഒരു അഭാവമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ദൈവത്തോടൊന്ന് കരുണ കാണിക്കുക. ദൈവത്തിനൊരു പദ്ധതിയില്ലേ? ദൈവത്തിനൊരു നീതിയില്ലേ? ദൈവത്തിന്റെ നീതി നമ്മളിൽ നടപ്പാക്കണ്ടേ? അപ്പോൾ നമ്മൾ ഇന്നൊരു വേദനയുടെ മുൻപിൽ പതറിപ്പോവുകയും ആ വേദനയിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് നെട്ടോട്ടം ഓടുകയും ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്, ദൈവത്തോട് ഞാൻ കരുണ കാണിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ദുഃഖങ്ങളെ ഓർത്ത് ഞാൻ തമ്പുരാന്റെ മുൻപിൽ പരാതി പറയുമ്പോൾ, എന്റെ പരാജയങ്ങളെ ഓർത്ത് ഞാൻ തമ്പുരാന്റെ മുൻപിൽ പരാതി പറയുമ്പോൾ, എന്റെ വേദനകളെ ഓർത്ത് എന്തുകൊണ്ട് എന്ന് ഞാൻ തമ്പുരാനോട് ചോദിക്കുമ്പോൾ ദൈവത്തോട് കരുണയില്ലാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട്. കാരണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്, ദൈവത്തിന്റെ ഒരു നീതിയുണ്ട് നമ്മളെക്കുറിച്ച്. നീതിയാൽ ഞങ്ങളെ മരണവിധേയരാക്കുകയും എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് നമ്മുടെയൊക്കെ മരണാനന്തര ശുശ്രൂഷയിൽ. അപ്പോൾ ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ് നമ്മുടെ സഹനം, നമ്മുടെ വിജയങ്ങള്, നമ്മുടെ പരാജയങ്ങള്, നമ്മുടെ പരീക്ഷകള്, നമ്മുടെ തകർച്ചകള്, നമ്മുടെ ആനന്ദം, ഇതെല്ലാം ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ്. അപ്പോൾ ദൈവപരിപാലന എന്ന് പറഞ്ഞാൽ എല്ലാം സുരക്ഷിതമായി സുഭിക്ഷമായി സന്തോഷത്തിൽ കഴിയുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ നീതി കൃത്യമായും എന്റെ ജീവിതത്തിൽ നടത്തപ്പെടുമ്പോൾ ആശങ്കയില്ലാതെ അതിനെ സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സൊരുക്കുക എന്നുള്ളത് മാത്രമാണ് ദൈവപരിപാലന. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്റെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് മാറ്റുവാൻ വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ പോവുകയാണ്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ വലിയൊരു വേദന മാറ്റുവാൻ വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ പോവുകയാണ്. ഒന്ന് ഓർക്കുക, ആരുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത്? എന്റെ സ്വപ്നമാണോ, എന്നെ കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നമാണോ എന്നും കൂടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് സ്വപ്നമുണ്ട്. എന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിനകത്ത് ചില ത്യാഗങ്ങൾ കാണും, ചില സ്ഥാനനഷ്ടങ്ങൾ കാണും, ചില വേദനകൾ കാണും, ചില പരിഹാസങ്ങൾ കാണും, ഒത്തിരിയേറെ ഉയർച്ചകൾ കാണും, ഒത്തിരിയേറെ നന്മകൾ കാണും, ഒത്തിരിയേറെ സന്തോഷങ്ങൾ കാണും. ദൈവത്തിന്റെ ഒരു നന്മ നമ്മളിൽ വരുത്തണ്ടേ? പിന്നെ എവിടെ നമ്മൾ നടത്തും? വേദന നമുക്ക് വെച്ച് നീട്ടുമ്പോൾ തട്ടിക്കളയുന്ന ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ മുൻപിലേക്ക് ഒരു വേദനയുടെ അംശം നൽകുമ്പോൾ, ഒരു പരാജയം നമുക്ക് നൽകുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗം നമുക്ക് നൽകുമ്പോൾ നമ്മൾ തട്ടിക്കളയുന്നുവെങ്കിൽ ദൈവത്തിന്റെ നീതിയെ നമ്മൾ തള്ളിക്കളയാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. സ്നേഹമുള്ളവരെ, നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. എവിടെയാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നതെന്ന്, ദൈവത്തിനോട് നമ്മൾ കരുണ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പേസ് കൊടുക്കുക. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നമ്മുടെ ജീവിതത്തില് കരുണയുടേതായ ഒരു അംശം നമ്മളോട് കാണിക്കണ്ടേ? സ്നേഹം നമുക്കൊന്ന് കാണിച്ചു തരണ്ടേ? അതിനുവേണ്ടി ഒരു കഷ്ടത തന്നാൽ ഉടനെ അതിനെ മാറ്റാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കുകയാണ്. നിനക്കൊരു രോഗം വരുമ്പോൾ നിന്റെ അടുത്തിരിക്കുവാൻ വേണ്ടി തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിനക്കൊരു വേദന നൽകുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് തമ്പുരാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. നീ എന്റെ അടുത്ത് ഇരിക്കേണ്ട, എന്നെ ആശ്വസിപ്പിക്കുകയും വേണ്ട, എത്രയും പെട്ടെന്ന് നീ മുറിവൊന്ന് ഉണക്കി തന്നാൽ മതി മാത്രം.
ദൈവത്തിന് നമ്മുടെ അടുത്തിരിക്കാനും ദൈവത്തിന്റെ സ്നേഹം ഒന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒരു ചെറിയ വേദന നൽകിയപ്പോൾ എത്രയോ പ്രാവശ്യം നമ്മൾ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് കരുണ നമ്മൾ കാണിക്കണം. നമ്മൾ കാണിക്കാത്ത കരുണ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്ത മാത്രം നമുക്കുണ്ടാവട്ടെ. ഇന്നോളം ഞാൻ ചെയ്തതൊക്കെ അത്ര നല്ലതല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. അപ്പോൾ കരുണയുടെ ഈ വർഷത്തിൽ എൻ്റെ ദൈവത്തോട് ഞാൻ കരുണ കാണിക്കുന്നുണ്ടോ? ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ഒത്തിരിയേറെ പദ്ധതികളുണ്ട്. പക്ഷെ ഞാൻ പലതിനോടും നോ എന്ന് പറഞ്ഞ് പലതിനെയും നമ്മൾ മാറ്റിക്കളയുകയാണ്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോ നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി വന്നതാണ്. പക്ഷെ നമുക്കതിനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. താൽക്കാലികമായ അപ്പത്തിന് വേണ്ടി ഈശോയുടെ പുറകെ ഓടുന്ന ആളുകളെ പോലെ ആവാതെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന മകനും മകളുമായി നമ്മളെ മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.